ഹായ് ഗൈസ്, അങ്ങനെ സിറിയൽ ഒഫീഷ്യലായിട്ടും അവരുടെ ഭരണം മൊത്തമായിട്ടും തീവ്രവാദി സംഘടനയിലെടുത്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ അതായത് ഇന്ത്യക്ക് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉള്ളത്, അതായത് ഇന്ത്യയും സിറിയയുമായിട്ട് എന്ത് ബന്ധമാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നവരുമുണ്ട്, പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നവരുമുണ്ട്. പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നവർ ഒരേ ഒരു കാര്യം കൊണ്ട് മാത്രമാണ് പാലസ്തീനെ സപ്പോർട്ട് ചെയ്യുന്നത്. എന്താണ്? മതം എന്ന് പറയുന്ന ഒറ്റ കാര്യം. അല്ലെങ്കിൽ നാഷണൽ ഇൻട്രസ്റ്റ് വെച്ച് ഇപ്പോൾ റീസെന്റ് ആയി നോക്കിയൊക്കെ, അതായത് രാജ്യസഭയിൽ നമ്മുടെ ഫോറിൻ മിനിസ്റ്റർ ജയശങ്കർ തന്നെ പറഞ്ഞത് ഇസ്രായേൽ ആസ് ഓൾവേസ് സ്റ്റാൻഡ് വിത്ത് ഇന്ത്യ, അതായത് ഇസ്രായേൽ എപ്പോഴും നമ്മുടെ കൂടെ നിന്നിട്ടുണ്ട്, ഇനിയും അത് നിൽക്കുമെന്ന് ഇസ്രായേലിനും ഇന്ത്യക്കും അറിയാം. അപ്പോൾ ഇതെല്ലാം തന്നെ എന്തുകൊണ്ടാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്നറിയാത്ത രീതിയിലാണ് ഇവിടെയുള്ള ആൾക്കാർ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതേ രീതി തന്നെയാണ് ഇപ്പോൾ സിറിയയിലും. നമുക്കും സിറിയയ്ക്കും എന്ത് ബന്ധമുണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഭരണമാറ്റം നല്ലതാണോ ചീത്തതാണോ എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അങ്ങനെയാണ് 1957 ആയി കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു തന്നെ അവിടെ വിസിറ്റ് ചെയ്യുകയും അവിടെയുള്ള അതായത് പ്രസിഡന്റിനോടെല്ലാം തന്നെ സംസാരിക്കുകയും ഡിപ്ലോമാറ്റിക്കായ പല കാര്യങ്ങളും എടുക്കുന്നതും. അപ്പോൾ ആ ഒരു വർഷം തന്നെ സിറിയയിലെ ഒരു നഗരം അല്ലെങ്കിൽ ഒരു സ്ട്രീറ്റിന്റെ പേര് ജവഹർലാൽ നെഹ്റു സ്ട്രീറ്റ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അന്ന് തൊട്ട് തന്നെ ഇന്ത്യക്കും സിറിയയ്ക്കും ഒരു നല്ല ബന്ധം തന്നെയായിരുന്നു വളർന്നു വന്നുകൊണ്ടിരുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ രണ്ട് രാജ്യത്തിനും ഒരു കോമൺ ആയ ഒബ്ജക്റ്റീവ് ഉണ്ട്. അതായത് സിറിയയും ഒരു പക്ഷവും നിൽക്കില്ല, അതായത് മുസ്ലിം തീവ്രവാദി സംഘടനയുടെ കൂടെ നിൽക്കില്ല, അതുപോലെ തന്നെ വെസ്റ്റേൺ മീഡിയസിന്റെ കൂടെ നിൽക്കില്ല, അതുപോലെ തന്നെ റഷ്യന്റെ കൂടെ നമ്മൾ നിൽക്കില്ല. ഇതേ രീതി തന്നെയാണ് ഇന്ത്യയും സ്വീകരിച്ചത്. എല്ലാവരുമായിട്ടും ഫ്രണ്ട്ഷിപ്പ്, എന്നാൽ ആരുടെ ഭാഗത്തും നിൽക്കാതെ നമ്മൾ പോകുന്നു. ഇതേ രീതിയിലാണ് രണ്ട് ഗവൺമെന്റും പോയിക്കൊണ്ടിരുന്നത്. അതിനുശേഷം പിന്നീട് വലിയ ഭരണമാറ്റം വന്നു കഴിഞ്ഞാൽ ഹഫീസ് അൽ അസാദ് എന്ന് പറയുന്ന ഇപ്പോഴത്തെ അതായത് ബാഷർ അൽ അസാദിന്റെ പിതാവായ അദ്ദേഹമാണ് ഭരണം പിടിച്ചെടുക്കുന്നത്. അതിനുശേഷം ബാഷർ അൽ അസാദ് വരികയും ഇവരും ഇന്ത്യന്റെ ഒപ്പമാണ് എപ്പോഴും നിന്നിട്ടുള്ളത്. ഇതേ പാകിസ്ഥാൻ അല്ല തന്നെ OIC എന്നുള്ള ഒരു ഓർഗനൈസേഷന്റെ, അതായത് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് എന്ന് പറയുന്നത്. ഇവിടെയുള്ള രാജ്യങ്ങളെല്ലാം എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക തരമുള്ള രാജ്യങ്ങളാണ്. കുറെ രാജ്യങ്ങൾ ഇന്ത്യനെ സപ്പോർട്ട് ചെയ്യും, കുറെ രാജ്യങ്ങൾ പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യും. ഈ ഒരു ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഓർഗനൈസേഷന്റെ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എല്ലാ രാജ്യങ്ങളുടെ അടുത്തും പാകിസ്ഥാൻ പറയുന്ന ഒരു കാര്യമാണ്, അതായത് ഇന്ത്യ ഞങ്ങളുടെ കാശ്മീർ എടുത്തു, കാശ്മീരിലുള്ള ജനങ്ങൾക്ക് ഫ്രീഡം ഇല്ല, അത് ഞങ്ങൾക്ക് തിരിച്ചു കൊണ്ടുവരണം, നിങ്ങളെല്ലാവരും ഇന്ത്യനെ പ്രഷറൈസ് ചെയ്യണമെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള തീരുമാനം വരുമ്പോൾ അതായത് സിറിയ എന്ന് പറയുന്ന ഗവൺമെന്റ് ഈ രണ്ട് ആൾക്കാർ ഭരിച്ചുകൊണ്ടിരുന്നപ്പോഴും ഇന്ത്യക്ക് എതിരായിട്ട് ഒരു തീരുമാനം പോലും എടുത്തില്ല. ആർട്ടിക്കിൾ 370 എടുത്തു കളഞ്ഞപ്പോഴും ഇതേ ഇറാൻ എന്ന് പറയുന്ന ഇതേ തീവ്രവാദ രാജ്യമായ ഇറാൻ നമ്മളോട് പറഞ്ഞു അത് ഇന്ത്യൻ മാറ്റർ അല്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ നിന്നു. അതേപോലെ തന്നെ പല രാജ്യങ്ങളും, അതായത് ഇറാൻ എപ്പോഴും നമുക്ക് കാശ്മീരിന്റെ വിഷയം വരുമ്പോൾ പാകിസ്ഥാന്റെ കൂടെ നിൽക്കും. അതേപോലെ തന്നെ പല കാര്യത്തിലും ഇറാൻ നമുക്കെതിരെ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്, നമ്മുടെ ഉള്ളിൽ മൈനോറിറ്റീസ് ഫ്രീഡം ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇന്ത്യൻസ് പലരും ഇറാനെതിരെ തന്നെ നിൽക്കുന്നത്. അതായത് ഒരു വിഷയം വരുമ്പോൾ, ട്രേഡിന് കാര്യം വരുമ്പോൾ മാത്രം അവർക്ക് വേറെ ആൾക്കാരില്ലാത്തതുകൊണ്ട് തന്നെ ഇന്ത്യൻ്റെ കൂടെ നിൽക്കും. പക്ഷെ മറ്റു കാര്യങ്ങളെല്ലാം വരുമ്പോൾ അവർ മറ്റ് ആൾക്കാരുടെ കൂടെ നിൽക്കുന്നതും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുന്നതും ഇങ്ങനെ രണ്ട് സ്റ്റാൻഡ് എടുക്കുന്നതുകൊണ്ടാണ് ഇന്ത്യയിലെ ആൾക്കാർക്കെല്ലാം ഇറാനെ താല്പര്യപ്പെടാത്തത്. അതേ രീതിയിൽ പക്ഷെ സിറിയ എടുത്തു നോക്കുകയാണെങ്കിൽ സിറിയ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. കാശ്മീർ ഇന്ത്യയുടെ പാർട്ടാണ്, അതിൽ പാകിസ്ഥാന് ചെയ്യാനില്ല എന്ന് പറയുന്ന ഒരു നിലപാടാണ് അന്ന് തൊട്ടേ സിറിയ എടുത്തു വരുന്നത്. അതിനുശേഷം 2003 ആയപ്പോൾ തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ വാജ്പേയി അവിടെ പോവുകയും അതായത് നമുക്ക് ബൈലാറ്ററൽ ആയ പല എഗ്രിമെന്റുകളും സൈൻ ചെയ്തു. എഡ്യൂക്കേഷൻ, ഇൻഡസ്ട്രി, ഇങ്ങനെയുള്ള പല കാര്യത്തിലുള്ള എഗ്രിമെന്റുകളും നമ്മൾ സൈൻ ചെയ്തു. ഒരു $25 മില്യൺ നമ്മൾ അവർക്ക് കടമായി കൊടുത്തു. $1 മില്യൺ അതായത് ഡോളറോളം ഏകദേശം ഫ്രീ ആയിട്ടും കൊടുത്തു. അങ്ങനെ അപ്പോഴും അതായത് റേഷൻ ഇങ്ങനെ വളരുകയായിരുന്നു. 2008 കോൺഗ്രസ് ഭരണ സമയത്തും ഇതേ ബാഷർ അൽ അസാദ് ഇന്ത്യയിൽ വരികയും അപ്പോൾ ടെക്സ്റ്റൈൽസ് അങ്ങനെയുള്ള കാര്യത്തിലെല്ലാം തന്നെ ഇമ്പോർട്ടും എക്സ്പോർട്ടിലും പല കാര്യങ്ങളും തീരുമാനിച്ചു. അതുപോലെ തന്നെ നമ്മൾ കൂടുതലായിട്ടും ഫാർമസ്യൂട്ടിക്കൽ, ടെക്സ്റ്റൈൽസ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സിറിയയിലോട്ട് കയറ്റി അയക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവിടെ ഇന്ത്യാനപരമായിട്ടുള്ള കുറെ പ്രശ്നങ്ങളും സിവിൽ വാറെല്ലാം വരുന്നത്. അപ്പോഴും നമ്മൾ വലിയ തലയിടലൊന്നും ഉണ്ടായിരുന്നില്ല. സിവിൽ വാർ നടന്നുകൊണ്ടിരിക്കുമ്പോഴും പല രാജ്യങ്ങളും അവരുടെ എംബസികൾ സിറിയയിൽ നിന്ന് അടച്ചുപൂട്ടി. പക്ഷെ ഇന്ത്യൻ ഗവൺമെന്റ് അവിടെ എംബസി കണ്ടിന്യൂ ചെയ്തു. ഒരു രാജ്യത്തെ എംബസി അടച്ചുപൂട്ടി എന്ന് പറഞ്ഞാൽ ആ രാജ്യം അതായത് അംഗീകരിക്കുന്നില്ല എന്നുള്ള രീതിയിലോട്ട് മെല്ലെ നീങ്ങുന്ന രീതിയിലാണ് പോകുക. പക്ഷെ എന്നിൽ പോലും അതായത് സിവിൽ വാർ നടക്കുമ്പോൾ പോലും ഇന്ത്യൻ എംബസി അവിടെ പ്രവർത്തിച്ചു എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ ഇപ്പോഴുള്ള പ്രശ്നം നമുക്ക് നോക്കാം. അതായത് താലിബാനെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ താലിബാൻ അതായത് ഒരേ ഒരു സംഘടനകളാണ്. അവർ അഫ്ഗാനിസ്ഥാനെ ഭരിക്കുന്നു, അവർക്ക് സ്വന്തമായി പൈസ ഉണ്ട്, എല്ലാം ഉണ്ട്. അതുകൊണ്ട് അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ സിറിയ എന്ന് പറയുന്ന ഗവൺമെന്റ് എടുത്തു നോക്കുകയാണെങ്കിൽ അവിടെ ഓൾറെഡി ഇപ്പോൾ തന്നെ സിറിയന്റെ കുറെ സ്ഥലങ്ങൾ ഇസ്രായേൽ പിടിച്ചെടുത്തു. അതുപോലെ തന്നെ HTS തന്നെ കുറെ സ്ഥലങ്ങളുണ്ട്. ആ HTS ഉള്ളിൽ തന്നെ 2-3 പിരിവുണ്ട്.
അതുകൂടാതെ അതായത് അവിടെ ഈ ആസാദിന്റെ കുറച്ച് ഗ്രൂപ്പ്സ് ഉണ്ട്, അവരുടെ കയ്യിലും കുറച്ച് സ്ഥലങ്ങളുണ്ട്. ഇതിനെല്ലാം പുറമെ കുർഡിഷ് എന്ന് പറയുന്ന ആ ഒരു വിഭാഗത്തിനടുത്തും കുറേയധികം സ്ഥലം സിറിയന്റെ ഉണ്ട്. അപ്പോൾ ഇതിൽ ആരെ നമ്മൾ സപ്പോർട്ട് ചെയ്യും? ആരെ സപ്പോർട്ട് ചെയ്താലും നമുക്ക് ആ പഴയ സിറിയൻ ഗവൺമെന്റ് അത്ര വരില്ല. അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു ത്രെട്ട് ആയിട്ട് ഇന്ത്യയെ കാണുന്നു. കാരണം ഇവരും അതായത് ഇതേ തീവ്രവാദി ഐഡിയോളജി ഉള്ള രാജ്യങ്ങൾ തന്നെയാണ്. ഒരുപക്ഷെ എന്തെങ്കിലും വരികയാണെങ്കിൽ ഇവരും പാകിസ്ഥാനെ സപ്പോർട്ട് ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് വലിയൊരു പ്രശ്നമായി നിൽക്കുന്നു. ഇനി ഇന്ത്യ ഡിപ്ലോമാറ്റിക് ആയിട്ട് എന്ത് തീരുമാനമാണ് എടുത്തതെന്ന് നമുക്ക് നോക്കാം. അതായത് ഇതുവരെ എല്ലാ തീരുമാനങ്ങളും അതായത് സിറിയൻ ഗവൺമെന്റ് എടുത്തും ഇതേ ആസാദിന്റെ ഒപ്പമാണ് നമ്മൾ നിന്നത്. എന്തെല്ലാം പ്രശ്നങ്ങൾ എന്തെല്ലാം ക്രൈസിസ് വന്നപ്പോഴും നമ്മൾ ആസാദിന്റെ കൂടെ തന്നെയാണ് നിന്നിരുന്നത്. അപ്പോൾ ഫ്യൂച്ചറിൽ എങ്ങനെയാണ് ആ രാജ്യം മുന്നോട്ട് പോകുന്നത് എന്നുള്ള രീതിയിലായിരിക്കും നമ്മൾ തീരുമാനം എടുക്കാൻ പോകുന്നത്. ഓൾറെഡി ഇസ്രായേലും അവിടെ പിടിച്ചെടുക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നമ്മൾ നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ സിറിയന്റെ മറ്റൊരു കാര്യം നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ അതായത് സിറിയന്റെ ഗോളൻ ഹൈറ്റ്സ് പണ്ട് ഇസ്രായേൽ പിടിച്ചെടുക്കുമ്പോൾ നമുക്കും ഇസ്രായേലിനും അത്ര ബന്ധമുണ്ടായിട്ടും നമ്മൾ സിറിയന്റെ ഒപ്പമാണ് അന്ന് നിന്നിരുന്നത്. അത് സിറിയന്റെ ലാൻഡാണ് ഇസ്രായേൽ അവിടെ പിടിച്ചെടുക്കരുതെന്ന്. അങ്ങനെയാണ് നമ്മളും സിറിയയുമായും ബന്ധമുണ്ടായിരുന്നത്. പക്ഷെ ആ രാജ്യമാണ് ഇപ്പോൾ തകർന്നത്. ഒന്നോർക്കുമ്പോൾ ഇന്ത്യക്ക് അത് വലിയൊരു നഷ്ടമായിട്ട് തന്നെ നമ്മൾ കരുതുന്നു.